നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം ബറോസ്. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണിത്. എന്നാൽ ബറോസ് നിരാശപ്പെടുത്തുന്നതെന്ന് പറയുകയാണ് പ്രേക്ഷകർ. കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ശരാശരി ചിത്രം മാത്രമാണ് ബറോസ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്ന അഭിപ്രായങ്ങൾ. സിനിമയുടെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്നത് ശരിയാണ്, ടെക്നിക്കലി അത് വ്യക്തവുമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം സിനിമ നന്നാവില്ലല്ലോ, കുട്ടികൾക്ക് പോലും ഇഷ്ടമാവില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ജനുവരി 25-നും ഡിസംബർ 25-നും കൊല്ലത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ആറ്റം ബോംബിട്ട അപൂർവ റെക്കോർഡ് എന്നാണ് മലൈക്കോട്ടെ വാലിബൻ, ബറോസ് എന്നീ സിനിമകളുടെ ചിത്രം വെച്ച് ഒരു പ്രേക്ഷകൻ കുറിച്ചത്. ബറോസ് കുട്ടികൾക്ക് കണ്ടിരിക്കാവുന്ന ശരാശരി 3D ചിത്രമാണ്. പതിയെ നീങ്ങുന്ന ചിത്രം ഒരു പഴങ്കഥ പോലെ കണ്ടിരിക്കാൻ സാധിച്ചാൽ ഇഷ്ടമാകുമെന്നാണ് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം. എവിടെയൊക്കെയോ ഒരു നാടകം കാണുന്ന ഫീലായിരുന്നു. ഇങ്ങനെ തോന്നാൻ പ്രധാന കാരണം സംഭാഷണങ്ങളും മോഹൻലാൽ ഒഴികെയുള്ളവരുടെ മോശം പ്രകടനങ്ങളുമാണ്. ഇതോടൊപ്പം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന കഥയും. നല്ല ഗാനങ്ങളും കാസ്റ്റിംഗും ഡയലോഗുകളും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭേദപ്പെട്ട അനുഭവമായേനെ. ഒരു വൗ മൊമെന്റ് പോലും ഇത്രയും ബജറ്റുള്ള സിനിമയിൽ കുട്ടികൾക്ക് തോന്നുമോ എന്ന് സംശയമാണെന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായം. സഹിക്കാൻ വയ്യായിരുന്നു, നല്ലൊരു ക്രിസ്മസും ആയിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ടോർച്ചറിംഗ് ആയിരുന്നു. ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി എന്തോരം ആഗ്രഹിച്ചു. പിന്നെ ലാലേട്ടന്റെ ആഗ്രഹം അദ്ദേഹം സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് മറ്റൊരു അഭിപ്രായം. അതേസമയം നെഗറ്റീവ് പ്രതികരണങ്ങൾക്കൊപ്പം നല്ല അഭിപ്രായങ്ങളും എത്തുന്നുണ്ട്. മലയാളത്തിൽ കണ്ടതിൽ സാങ്കേതികമായി ഏറ്റവും മികച്ച 3D സിനിമയാണ് എന്നും ചിലർ പറയുന്നുണ്ട്. ഫാന്റസി ജോണറിൽ ഒരുക്കിയ ബറോസ് എന്ന ഭൂതമായാണ് ലീഡ് റോളിൽ മോഹൻലാൽ സിനിമയിൽ വേഷമിടുന്നത്. പാസ് വേഗ, റാഫേൽ അമാർഗോ, മായ, സാറ വേഗ, തുഹിൻ മേനോൻ, ഗുരു സോമസുന്ദരം, സീസർ ലോറന്റ് റാറ്റൻ, ഇഗ്നാസിയോ മാറ്റിയോസ്, കലിറോ സിയാഫെറ്റ, സീസർ ലോറന്റ് റാറ്റൻ, കോമൾ ശർമ്മ, പത്മാവതി റാവു, പെഡ്രോ ഫ്യൂഗുറേഡോ, ജയചന്ദ്രൻ ബാലാഴി, ഗീതി സംഗീത എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. 2019 ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24-നായിരുന്നു. 170 ദിവസങ്ങളോളം ചിത്രീകരണം നടന്നിരുന്നു. പ്രശസ്ത കലാസംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തത്. മാർക്ക് കിലിയനാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത്. 40 വർഷം മുമ്പ് എത്തിയ മൈഡിയർ കുട്ടിച്ചാത്തനിൽ ഉപയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ ടെക്നിക് അടക്കം സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്യാമറ ഒരു കറങ്ങുന്ന സെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ആൾക്കാരുടെ സഹായത്തോടെ പതിയെ കറക്കുന്ന ഒരു വിദ്യയാണിത്. 22-ലധികം തവണയാണ് താൻ ബറോസിന്റെ തിരക്കഥ തിരുത്തി എഴുതിയതെന്നാണ് മോഹൻലാൽ എഴുതിയ ബ്ലോഗിൽ പറയുന്നത്. 1-ലധികം തവണ സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നീണ്ടുപോയതിനാൽ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത്.